Application of derivatives, part 7. Local maxima and local minima. Consider the graph of the function y equal to f of x. ഈ ഫംഗ്ഷന്റെ ഫസ്റ്റ് പാർട്ടിൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു, സെക്കൻഡ് പാർട്ടിൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, തേർഡ് പാർട്ടിൽ ഡിക്രീസ് ചെയ്യുന്നു, ഫോർത്ത് പാർട്ടിൽ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെയും ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. അതായത് എ ബി സി ഡി ഈ പോയിന്റ്സ് ആണ് ഈ ഫംഗ്ഷന്റെ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയാം. എ എന്ന് പറയുന്ന പോയിന്റിന് തൊട്ട് മുമ്പ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരുന്നു, എക്ക് ശേഷം അത് ഇൻക്രീസ് ചെയ്തു, ബിക്ക് മുമ്പ് ഇൻക്രീസിങ് പിന്നെ ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് എ ബി സി ഡി ആർ ദി ടേണിംഗ് പോയിന്റ്സ് ഓഫ് ദി ഫംഗ്ഷൻ. ഇനി ഈ സ്മോൾ ലെറ്റർ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇന്റർവെൽ എടുത്താൽ ആ ഇന്റർവെല്ലിലെ ഓരോ പോയിന്റിന്റെയും ഇമേജ് കാണുകയാണെങ്കിൽ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ്, അല്ലെ? ഈ പാർട്ടാണ് ഏറ്റവും മിനിമം വാല്യൂ വരുന്നത്. ബാക്കി ഏത് പോയിന്റ് എടുത്താലും അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, എഫ് ഓഫ് എനെക്കാട്ടിലും കൂടുതലാണ്. സെക്കൻഡ് പോയിന്റ് ആയ ബി എടുത്ത് നോക്കിയാൽ ബിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇന്റർവെൽ എടുത്താൽ അതിലെ ഓരോ പോയിന്റിന്റെയും ഇമേജിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് ബി ആണ്. അതേപോലെ സി എന്ന് പറയുന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇന്റർവെൽ എടുക്കുന്നു, ആ ഇന്റർവെല്ലിലെ ഓരോ പോയിന്റിന്റെയും ഇമേജ് നോക്കിയാൽ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എഫ് ഓഫ് സി ആണ്. അതേപോലെ ഡി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇന്റർവെൽ എടുക്കുന്നു, ആ ഇന്റർവെല്ലിലെ ഏതൊരു പോയിന്റ് ഇമേജ് നോക്കിയാലും അതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് ഡി ആണ്. ഇതില് എനെയും സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്റർവെൽസ് എടുത്താൽ അതിൽ സ്മോളസ്റ്റ് വാല്യൂസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എയും എഫ് ഓഫ് സിയും ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിനെയും സി എന്ന് പറയുന്ന പോയിന്റിനെയും പോയിന്റ്സ് ഓഫ് ലോക്കൽ മിനിമ എന്ന് പറയും, അല്ലെങ്കിൽ ലോക്കൽ മിനിമം പോയിന്റ്സ് ആണെന്ന് പറയും. എയും സിയും ലോക്കൽ മിനിമം പോയിന്റ്സ് ആണ്. അതേപോലെ ബിയും ഡിയും അതിൽ രണ്ടിലുമാണ് മാക്സിമം വാല്യൂ വരുന്നത്, അതുകൊണ്ട് അതിനെ ലോക്കൽ മാക്സിമം പോയിന്റ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ആണ് ബിയും ഡിയും. ഇനി എഫ് ഓഫ് എ എന്ന് പറയുന്ന വാല്യൂ അതിന് പറയുന്ന പേരാണ് ലോക്കൽ മിനിമം വാല്യൂ. എഫ് ഓഫ് സി ആണ് അതേപോലെ അടുത്ത ലോക്കൽ മിനിമം വാല്യൂ. ഇനി എഫ് ഓഫ് ബി എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്, അതിനെ ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയും. എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം വാല്യൂ ആണ്. അപ്പൊ ഈ ലോക്കൽ മാക്സിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷന്റെ ഏതൊരു ചെറിയ പാർട്ട് എടുത്താലും ആ പാർട്ടിൽ വരുന്ന ഹയസ്റ്റ് വാല്യൂ അതിനെയാണ് ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ ഏതൊരു പാർട്ട് എടുത്താലും അതിൽ വരുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് ലോക്കൽ മിനിമം എന്ന് പറയുന്നത്. അത് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂവിനും മിനിമം വാല്യൂവിനും തുല്യമായിരിക്കണം എന്നില്ല. ചില കേസിൽ ലോക്കൽ മാക്സിമവും മാക്സിമം വാല്യൂവും ഈക്വൽ ആയിരിക്കും, അതേപോലെ ലോക്കൽ മിനിമവും ലോക്കൽ മിനിമം വാല്യൂവും ഈക്വൽ ആയിരിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമം വാല്യൂവും ലോക്കൽ മിനിമം വാല്യൂവും എങ്ങനെ കാണാം. അതിന് നമുക്ക് ഗ്രാഫ് നോക്കി ഡയറക്റ്റ് പറയാൻ പറ്റും, അല്ലാതെ നമ്മൾ കണ്ടുപിടിക്കേണ്ട മെത്തേഡാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് എന്താണ് ക്രിറ്റിക്കൽ പോയിന്റ്സ് എന്ന് അറിയണം. ക്രിറ്റിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്, അതിനെയാണ് ക്രിറ്റിക്കൽ പോയിന്റ് ഓഫ് എഫ്. A point C in the domain of a function f at which either f dash of c equal to 0 or f is not differentiable is called a critical point of f. ഇത് നമുക്ക് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കേണ്ട ഒരു ടെസ്റ്റ് ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അതിൻ്റെ സ്റ്റെപ്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ക്രിറ്റിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ക്രിറ്റിക്കൽ പോയിന്റ്സ് കാണുന്നത്? ക്രിറ്റിക്കൽ പോയിന്റ്സിന്റെ ഡെഫിനിഷനിൽ തന്നെ നമുക്കത് കിട്ടും. എഫ് ഡാഷ് ഓഫ് സി 0 ആവുന്ന സി എടുക്കുക, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്സ് ഏതാണോ ആ പോയിന്റ്സ്, അതൊക്കെയാണ് ക്രിറ്റിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ദി ക്രിറ്റിക്കൽ പോയിന്റ്സ് സി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സി എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് ഡൊമൈനിൽ വന്ന സി എന്ന് പറയുന്ന പോയിന്റ്, അത് നമുക്ക് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ആ സിയുടെ ലെഫ്റ്റ് സൈഡുള്ള ഒരു നമ്പർ എടുക്കുക.
ആ നമ്പറിൽ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. അപ്പോൾ സിയുടെ ലെഫ്റ്റ് സൈഡുള്ള പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അതേപോലെ സിയുടെ റൈറ്റ് സൈഡിലുള്ള ഒരു നമ്പർ എടുക്കുന്നു. ഏറ്റവും അടുത്ത് വരുന്ന നമ്പേഴ്സ് വേണം എടുക്കാൻ. ആ നമ്പറിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇൻക്രീസിങ് ദെൻ ഡിക്രീസിങ്. അപ്പോൾ ഇതെന്തായിരിക്കും? ലോക്കൽ മാക്സിമം പോയിന്റ് ആണ് അല്ലേ? സി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണ്. അതിൻ്റെ ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് സി ആണ്. ഇനി നേരെ തിരിച്ചാണെന്ന് വിചാരിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ്, സിയുടെ ലെഫ്റ്റ് സൈഡ് എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സിയുടെ റൈറ്റ് സൈഡിൽ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഡിക്രീസിങ് ദെൻ ഇൻക്രീസിങ്. അങ്ങനെ ആവുമ്പോൾ ആ പോയിന്റ് എന്തായിരിക്കും? ലോക്കൽ മിനിമം ആണ് അല്ലേ? ലോക്കൽ മിനിമം പോയിന്റ് ആണ് സി. ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് സി ആണ്. ഇനി ഡിക്രീസ് ചെയ്യുന്ന ഫംഗ്ഷൻ, സിക്ക് ലെഫ്റ്റ് സൈഡും ഡിക്രീസ് ചെയ്യുന്നു, പിന്നെയും ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നേരെ തിരിച്ച് സിയുടെ ലെഫ്റ്റ് സൈഡും ഇൻക്രീസിങ് ആണ് ഫംഗ്ഷൻ, പിന്നെയും ഇൻക്രീസ് ചെയ്യുന്നു. അതായത് സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. നെഗറ്റീവ് ആണെങ്കിൽ രണ്ട് സൈഡും നെഗറ്റീവ്, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് രണ്ട് സൈഡും പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് ചേഞ്ച് ദ സൈൻ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കോ മാറുന്നില്ല, സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം പോയിന്റും ലോക്കൽ മിനിമം പോയിന്റും ഇല്ല. അതായത് അങ്ങനെയുള്ള പോയിന്റ് സീനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇത്രയുമാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ എന്ത് ചെയ്യണം? ആദ്യം ക്രിറ്റിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ക്രിറ്റിക്കൽ പോയിന്റ് ആയ സിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു നമ്പർ എടുക്കുക. ഏറ്റവും അടുത്ത് വരുന്ന നമ്പേഴ്സ് വേണം ചൂസ് ചെയ്യാൻ. ലെഫ്റ്റ് സൈഡിലുള്ള ഒരു നമ്പർ എടുക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ്, ആ പോയിന്റിലുള്ള എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ മാത്രം മതി. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. അപ്പോൾ ലെഫ്റ്റ് പോസിറ്റീവ്, റൈറ്റ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഇൻക്രീസിങ്, റൈറ്റ് ഡിക്രീസിങ് പറയുമ്പോൾ ഇൻക്രീസിങ് ദെൻ ഡിക്രീസിങ് ആണെങ്കിൽ എന്തായിരിക്കും? ലോക്കൽ മാക്സിമം. നേരെ തിരിച്ച് സിയുടെ ലെഫ്റ്റ് സൈഡ് ലെസ് ദാൻ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ്. സിയുടെ റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻക്രീസിങ്. ലെഫ്റ്റ് സൈഡ് ഡിക്രീസിങ് ദെൻ ഇൻക്രീസിങ്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ സി എന്ന് പറയുന്ന പോയിന്റ് ലോക്കൽ മിനിമം പോയിന്റ് ആയിരിക്കും. ഇനി സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അതൊരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. ഫൈൻഡ് ഓൾ ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഓഫ് ദി ഫംഗ്ഷൻ എഫ് given by f of x equal to x cube minus 3x plus 3. ഇത് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം പോയിന്റ് കണ്ടുപിടിക്കണം. വാല്യൂ കാണണമല്ലോ. പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ എന്നാണ് പറയുന്നത്. പോയിന്റ് കണ്ടാൽ മതി, വാല്യൂ കാണണമെന്നില്ല. അതിന് ഞാൻ ആദ്യം ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 3യുടെ ഗ്രാഫ് വരച്ച് നോക്കി. അപ്പോൾ ഈ രീതിയിലാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. മാക്സിമം വരുന്നത് എവിടെയാണ്? ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത് ഒരു പോയിന്റ് -1 നേരെയാണ് അല്ലേ? അപ്പോൾ -1 ആണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ ലോക്കൽ മാക്സിമം വാല്യൂ വരും. എത്രയാണ് ആ മാക്സിമം വാല്യൂ? ഈ ഹൈറ്റ് അല്ലേ? ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവും -1 ആണ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 5. ഇനി 1 നേരെയാണ് മിനിമം വാല്യൂ വരുന്നത്. അതിനെയാണ് ലോക്കൽ മിനിമം, പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. 1 ആണ് പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. അതിൻ്റെ വാല്യൂവും 1 തന്നെയാണ്. ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നതും 1 ആണ്. ഇനി അത് തന്നെയാണോ ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്ന് നോക്കാം. നമുക്ക് കിട്ടിയ മാക്സിമം വാല്യൂ 5 ആണ്. പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഈ ലോക്കൽ മാക്സിമവും മാക്സിമം വാല്യൂവും ഈക്വൽ ആവണമെന്നില്ല. ഈ കേസിൽ ലോക്കൽ മാക്സിമം നോട്ട് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. അതേപോലെ ഇതിൻ്റെ മിനിമം വാല്യൂ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇതിൻ്റെ മിനിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ലോക്കൽ മിനിമവും ഈക്വൽ അല്ല ഈ ഫംഗ്ഷൻ്റെ കേസിൽ. ഇത് ഗ്രാഫ് വരച്ചാൽ നമുക്ക് എളുപ്പത്തിൽ രണ്ടും പറയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആദ്യം കാണേണ്ടത് ക്രിറ്റിക്കൽ പോയിന്റ്സ് ആണ്.
ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാനായി എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഇത് ഡിഫറൻഷ്യബിൾ ആണ് എല്ലാ പോയിന്റിലും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ -3 പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 0. ഫോർ ദ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് 3x² മൈനസ് 3 എന്ന് കിട്ടും. 3 ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു x² മൈനസ് 1. ഇനി x² മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? x മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഈ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ 3 0 അല്ല. അപ്പോൾ എക്സ് മൈനസ് 1 0 ആവാം. എക്സ് മൈനസ് 1 0 ആവണമെങ്കിൽ എക്സ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. 1 മൈനസ് 1 ആണ് 0. അപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ 1 ആണ്. എക്സ് പ്ലസ് 1 0 ആവാം. എക്സ് പ്ലസ് 1 0 ആവുന്ന എപ്പോഴാണ്? എക്സിൻ്റെ വാല്യൂ -1 ആവുമ്പോഴാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 -1 ആയിരിക്കണം. അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാണ്? 1 ആൻഡ് -1. ഇനി നമുക്ക് ഈ പോയിന്റിൽ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം വാല്യൂ ആണോ ലോക്കൽ മിനിമം വാല്യൂ ആണോ നോക്കണം. അതിന് 2 കോളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വാല്യൂ ഓഫ് എക്സും സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സും. അപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉള്ള ഒരു നമ്പർ എടുക്കുക. ലെഫ്റ്റ് സൈഡ് 1 ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ഒരു നമ്പർ എന്നുള്ളത് 0.9 എടുത്തു. ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഏറ്റവും അടുത്ത് വരുന്ന നമ്പർ ആയിരിക്കണം. 0.9, 0.99 ആ രീതിയിലുള്ള വാല്യൂസ് എടുക്കുക. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു നമ്പർ എടുത്തു. അത് എഫ് ഡാഷ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് 0.9 ഈസ് 3 ഇൻറ്റു 0.9 മൈനസ് 1 ഇൻറ്റു 0.9 പ്ലസ് 1. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. 3 പോസിറ്റീവാണ്. 0.9 പ്ലസ് 1ഉം പോസിറ്റീവാണ്. 0.9 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്. അപ്പോൾ എന്ത് കിട്ടും? നെഗറ്റീവ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0.9 നെഗറ്റീവ്. അതായത് 1ൻ്റെ ലെഫ്റ്റ് സൈഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. ഇനി 1ൻ്റെ റൈറ്റ് സൈഡിൽ നോക്കാം. 1ൻ്റെ റൈറ്റ് സൈഡിൽ ഒരു നമ്പറാണ് 1.1. എഫ് ഡാഷ് ഓഫ് 1.1 എന്ത് വരും? 3 ഇൻറ്റു 1.1 മൈനസ് 1 ഇൻറ്റു 1.1 പ്ലസ് 1. 3 പോസിറ്റീവാണ്. 1.1 മൈനസ് 1 പോസിറ്റീവാണ്. 1.1 പ്ലസ് 1 പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1.1 പോസിറ്റീവ്. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് ഫംഗ്ഷൻ നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഡിക്രീസിങ്, താഴോട്ട്. ഇത് നേരെയാണ് 1 ഉള്ളതെന്ന് വിചാരിക്കുക. 1ൻ്റെ ലെഫ്റ്റ് സൈഡ് ഡിക്രീസിങ് ആണ്, നെഗറ്റീവാണ്. അപ്പോൾ താഴോട്ട് വന്നു. റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ ഇൻക്രീസിങ്. അപ്പോൾ ഈ പോയിന്റ് എന്താണ്? 1 എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആണ്. ഈ ലോക്കൽ മിനിമം വാല്യൂ കാണാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് 1 കണ്ടാൽ മതി. അടുത്ത പോയിന്റ് -1. അപ്പോൾ -1നും ഇതേപോലെ ചെയ്യണം. -1ൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ മാറിപ്പോകരുത്. -1ൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് -1.1 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ -1.1 എന്നുള്ളത് ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു -1.1 മൈനസ് 1 -1.1 പ്ലസ് 1. അപ്പോൾ ഇത് 3 ഇൻറ്റു ഇത് നെഗറ്റീവ് നമ്പർ ഇൻറ്റു ഇതും നെഗറ്റീവ് നമ്പറാണ്. 3 ഇൻറ്റു അതായത് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് അത് പോസിറ്റീവാണ്. അപ്പോൾ -1ൻ്റെ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ്. ഇനി -1ൻ്റെ റൈറ്റ് സൈഡ് നോക്കാം നമുക്ക്. -0.9 എന്നുള്ള നമ്പർ എടുത്തു. റൈറ്റ് സൈഡിലുള്ള നമ്പറാണ്. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 ഇൻറ്റു -0.9 മൈനസ് 1 നെഗറ്റീവ് -0.9 പ്ലസ് 1 പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവ് വന്നു. അപ്പോൾ -1ൻ്റെ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് കാണുമ്പോൾ ഇൻക്രീസിങ്. -1ൻ്റെ റൈറ്റ് സൈഡ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഡിക്രീസിങ്. അപ്പോൾ -1ൻ്റെ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻക്രീസിങ്, റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ഡിക്രീസിങ്. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതെന്ത് ടൈപ്പാണ്? ലോക്കൽ മാക്സിമം പോയിന്റ് ആണ്. അപ്പോൾ x = -1 ഈസ് ദി പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. ഇനി ഇതിൻ്റെ വാല്യൂ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം വാല്യൂ കാണാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം കാണാൻ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം കാണാൻ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലോക്കൽ മിനിമം വാല്യൂ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1³ - 3 + 3 = 1.
ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് -1 ഈക്വൽ ടു -1 ക്യൂബ് മൈനസ് 3 ഇൻറ്റു -1 പ്ലസ് 3. ഇതാണ് എഫ് ഓഫ് എക്സിൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് ഈക്വൽ ടു 5. ഇത് തന്നെയാണ് നമുക്ക് ആ ഗ്രാഫിൽ നിന്നും കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 6x² പ്ലസ് 6x പ്ലസ് 5. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 2x ക്യൂബ് മൈനസ് 6x² പ്ലസ് 6x പ്ലസ് 5. ഇപ്പോൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണാൻ എന്ത് ചെയ്യണം? ക്രിറ്റിക്കൽ പോയിന്റ് കാണണം. അതിന് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റ്സ് കാണണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². അപ്പോൾ 2 ഇൻറ്റു 3x² എന്നുള്ളത് 6x² മൈനസ് 6 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ -6 ഇൻറ്റു 2x എന്ന് പറയുമ്പോൾ -12x പ്ലസ് 6 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 6 പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി ഇതിൽ 6 കോമൺ ആണ്. 6 ഔട്ട് സൈഡ് എടുത്താൽ 6 ഇൻറ്റു x² മൈനസ് 2x. 12xൽ 6 ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി -2x പ്ലസ് 6 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1. ഇനി x² മൈനസ് 2x പ്ലസ് 1 എന്ന് പറയുന്നത് x മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. 6 ഇൻറ്റു x മൈനസ് 1 ഹോൾ സ്ക്വയർ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് 1 ആയാലാണ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്നത്. അപ്പോൾ ക്രിറ്റിക്കൽ പോയിന്റ് കിട്ടി നമുക്ക്. എക്സ് ഈക്വൽ ടു 1 ആണ്. ഒരു ക്രിറ്റിക്കൽ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് സൈഡ് ഒരു നമ്പർ എടുക്കുക, 0.9. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0.9 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കണം. എഫ് ഡാഷ് ഓഫ് 0.9 എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് 6 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0.9 എന്ന് പറയുന്നത് വരും 6 ഇൻറ്റു 0.9 മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഏതിൻ്റെയും സ്ക്വയർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 6 ഇൻറ്റു പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്നുള്ളത് എന്ത് കിട്ടും? പോസിറ്റീവ്. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ആണ്. ഇനി 1ൻ്റെ റൈറ്റ് സൈഡ് ഒരു നമ്പർ എടുക്കാം, 1.1. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1.1 എന്ന് പറയുന്നത് എന്ത് വരും? 6 ഇൻറ്റു 1.1 മൈനസ് 1 ഹോൾ സ്ക്വയർ. അതും പോസിറ്റീവാണ്. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. 1ൻ്റെ റൈറ്റ് സൈഡിലും പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ ആ പോയിന്റിലും ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ദർ ഈസ് നോ സൈൻ ചേഞ്ച്. അതുകൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് നോട്ട് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് നോട്ട് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. Therefore, x equal to 1 is a point of inflection.